അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീൽ താമസിക്കുന്ന അവരുടെ കുവൈറ്റിലെ വീട് അതാ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല. പക്ഷേ അതവൾ പുറത്ത് അറിയിച്ചില്ല. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് അവൾ ഒന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. പെണ്ണ് കാണാൻ വരുന്നവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ ഉമ്മ അതാ റെഡിയാക്കുന്നുണ്ട്. എന്നാൽ അവളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് അതിഥികൾ വരികയല്ലേ, ഇനി എന്തൊക്കെ തന്നെയാലും ഉപ്പക്ക് പരിചയമുള്ള ആളുകൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉപ്പയുടെ പരിചയമുള്ള സ്ഥിതിക്ക് എനിക്കൊരിക്കൽ പോലും എതിര് പറയാൻ പറ്റില്ല എന്നത് മാത്രമല്ല, അവരെ ബഹുമാനിക്കുകയും വേണം. വീട്ടിലേക്ക് അതിഥികൾ വരികയാണ്. എന്നാൽ ഉപ്പ മോളെ വിളിച്ചു. മോളെ. ആ ഉപ്പ. മോളെ, പിന്നെ അവരിങ്ങെത്താനായി തുടങ്ങിയിട്ടുണ്ട്. മോളൊന്ന് അണിഞ്ഞൊരുങ്ങിയേക്ക്. ഉപ്പ. അല്ല മോളെ, ഇനി എന്തൊക്കെ തന്നെയായാലും ഇനി മോളെ പെണ്ണ് കാണാൻ വരികയാണെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉപ്പാൻ്റെ കുട്ടിനോട് ഉപ്പാക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല. പൊന്നു മോളെ, ഈ ഉപ്പ മോൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിനും കൂട്ടു നിൽക്കില്ല. മോളുടെ സന്തോഷമാണ് ഉപ്പയുടെ സന്തോഷം കേട്ടോ. അത് മാത്രമല്ല, ഇനി മോളൊരു പെണ്ണ് കാണുന്നുള്ള രീതിയിൽ അതങ്ങ് എടുക്കാൻ താല്പര്യമില്ല എങ്കിലേ എൻ്റെ മോള് ഉപ്പയുടെ കൂട്ടുകാർ വരുന്നു, അല്ലെങ്കിൽ ഉപ്പയുടെ വീട്ടിലേക്ക് അതിഥികൾ വരുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ പൊന്നുമോളൊന്ന് സ്വീകരിച്ചാൽ മതി കേട്ടോ. എന്നാൽ ആ പിതാവിൻ്റെ താഴ്മയോടുള്ള സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞ റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമാണ് വന്നത്. അല്ലാ, എൻ്റെ ഉപ്പ എത്രമാത്രം ലോലമായാണ് എന്നോട് സംസാരിക്കുന്നത്. മോളെ, എൻ്റെ കുട്ടി വിഷമിക്കരുത് കേട്ടോ. ഉപ്പാൻ്റെ കുട്ടിക്ക് എന്താണ് ഇഷ്ടം അത് ഉപ്പ ചെയ്യുള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഈ ഉപ്പ ചെയ്യൂല. മനസ്സിലായല്ലോ? തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ ഒരു വാക്കുകൾ അതവളുടെ കണ്ണുകൾ നിറയിച്ചു. ആ നിമിഷം തന്നെ അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. കാരണം എൻ്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയമാണ് റഹ്മാനെ. അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്ക് റഹ്മാനെ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ സഫീറും ആഷിയും യാത്രയിൽ തന്നെയാണ്. സഫീർ പറഞ്ഞു, ആഷി, ഒരുപാട് ദൂരം നമ്മൾ പിന്നിട്ടില്ലല്ലേ? അതെ, ശരിയാണ്. എന്നാൽ പകുതി വഴിയിൽ വെച്ച് സഫീർ പറയുന്നു, ആഷി, ഇനി നീ റെസ്റ്റ് എടുക്ക്, നീ ഒന്ന് ഉറങ്ങിക്കോ, ഞാൻ ഓടിക്കാം. അല്ല സഫീർ, നീ വിഷമിച്ചുകൊണ്ട് അല്ലടാ, ഡ്രൈവിംഗ് ചെയ്യുമ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നത് പോലെ തോന്നും. അതെ, ആ റോഡുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ വിഷമങ്ങളെല്ലാം വളരെയധികം ദൂരെ വിട്ടൊഴിഞ്ഞ് പോകുന്നത് പോലെ. എന്നാൽ ആ നിമിഷം തന്നെ ആഷി ഉസ്താദ് ആ മസ്അല അങ്ങ് പറഞ്ഞു. എൻ്റെ സഫീർ, വെറുതെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് സീറു ഫിൽ അർളി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഭൂമി മുഴുവനും ചുറ്റിക്കാണുക. മനസ്സിനുള്ളിൽ എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്താൽ ഒരുപാട് വിഷമങ്ങൾ അങ്ങനെ നീങ്ങും. യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകുന്ന വെള്ളം പോലെയാണ്. യാത്ര ചെയ്യാത്ത ആളുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. അതവിടെ ഇങ്ങനെ നിന്ന് 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 കെട്ടിക്കിടന്ന് അതൊരു സുഖമില്ലാത്ത അവസ്ഥ. പക്ഷേ ഒഴുകുന്ന വെള്ളം കാണാൻ വളരെയധികം മനോഹരമാണ് അല്ലേ? അതിൽ യാതൊരു രീതിയിലുള്ള അഴുക്കും ഉണ്ടാവില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരു വിഷമം വന്നാൽ കരയൂലേ? കരയുമ്പോൾ കണ്ണുനീരങ്ങ് ഒലിച്ചു പോകുമ്പോൾ എന്തായിരിക്കും? അതെ, ഒലിച്ചു പോകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭാരം അങ്ങ് കുറയും. അതല്ലാതെ പിടിച്ചു വെച്ച് നിൽക്കണം, കരയാതെ പിടിച്ചു വെച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ തലക്ക് വല്ലാത്ത ഭാരം വരും. സെയിം മെത്തേഡ് തന്നെയാണ് ഇതും. സീറു ഫിൽ അർളി എന്ന അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഞാൻ സൃഷ്ടിച്ചതൊക്കെ നിങ്ങൾക്ക് കാണണം, എല്ലാവരും നിങ്ങൾ യാത്രകൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. യാത്രകൾ ചെയ്ത് എല്ലാം കണ്ട് മനസ്സൊന്ന് കുളിരണിഞ്ഞ് വളരെയധികം സന്തോഷകരമായ രീതിയിൽ നമ്മളെ ജീവിതം ആക്കി തീർക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷമാണ്. എന്നാൽ സഫീർ അത് കേട്ട് ശരിക്കും അത്ഭുതപ്പെടുകയാണ്. ശരിയാണ് ആഷി, അള്ളാഹു പറഞ്ഞത് എത്ര കാര്യമല്ലേ? ശരിയാണ്. ഒരുപാടങ്ങ് ദൂരം യാത്ര ചെയ്ത് ഈ ഒഴിഞ്ഞ മരുഭൂമിയിലൂടെയും റോഡുകളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോരുമ്പോഴേ ഒട്ടകക്കൂട്ടങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ
കടന്നു പോരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സന്തോഷം വരികയാണ്. പഴയ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലെ വേദനകൾ വിഷമങ്ങളെല്ലാം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ടും അള്ളാഹു എത്ര കാരുണ്യവാനാലേ. നിങ്ങൾക്ക് വിഷമം തോന്നുന്നെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം അതില്ലാതാക്കും. യാ റഹ്മാനും റഹീമുമാണ് അള്ളാഹു. റഹ്മാനെ, എത്ര വലിയ തെറ്റുകൾ ചെയ്ത് കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കും പുറത്തു കൊടുക്കുന്ന പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പടച്ചോൻ നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ അതാ ഇപ്പോൾ സഫീറാണ് വാഹനം ഓടിക്കുന്നത്. ഒരുപാട് നേരം ആഷി ഓടിച്ചു. ആഷി ഗൾഫിലെ ലൈസൻസ് എല്ലാം എടുത്തത് നമ്മുടെ സഫീർ വന്നതിന് ശേഷമാണ്. വന്ന ഉടനെ തന്നെ സഫീർ നല്ലൊരു വണ്ടി എടുക്കുകയായിരുന്നു അവിടെ. കാരണം അവർക്ക് പോവാനും വരാനൊക്കെ ഏത് സമയവും ടാക്സി പിടിക്കണം എന്നറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ സഫീർ എത്രയും പെട്ടെന്ന് അതവിടെ ഒരു വാഹനം എടുക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയല്ല, അതുകൊണ്ട് 2 പേർക്കും സുഖവുമാണ്. മാഷാ അല്ലാ. അങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന ഒരറ്റത്ത് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണ് നിലകൊള്ളുന്നത്. കാരണം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്കാണ് അവർ പോകുന്നത്. എന്നാൽ മറുഭാഗം ചിന്തിക്കുമ്പോൾ അല്പം വിഷമുണ്ട്. എന്നാലും ആഷി പറഞ്ഞു, സഫീർ എന്താ ആഷി, പിന്നെ ഇനി പഴയതിനെ കുറിച്ച് ആലോചിക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അല്ലേ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നീ നിൻ്റെ ഉമ്മ പറഞ്ഞതിനെ കുറിച്ചും ജ്യേഷ്ഠൻ പറഞ്ഞതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഇൻഷാ അല്ലാഹ് അവരൊക്കെ തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമായിരിക്കും. കാരണം തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്താന്ന് വെച്ചാലേ ആലോചിച്ച് ഒരു തുമ്പില്ലാതാവും. ഇപ്പം നീ ഹാപ്പി ആയിട്ടിരിക്കേ. എന്നാൽ ആ നിമിഷം തന്നെ സഫീർ ചോദിക്കുന്നു, അല്ലാഷി നമ്മളെ കാര്യം അതെന്തായി? അതൊക്കെ സെറ്റാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആഷി ചിരിച്ചു. മാഷാ അല്ലാ, അതൊക്കെ അങ്ങനെയൊക്കെ ആയോ? അതേടാ, അതൊക്കെ ശരിയായിട്ടുണ്ട്. പെണ്ണ് കാണൽ വരെ കഴിഞ്ഞു. ഉമ്മക്ക് വലിയ തിരക്ക്. മോൻ എന്നാ വരിക നിക്കാഹ് കഴിക്കാൻ, അങ്ങനെ ഇങ്ങനെ കണ്ട് ഉമ്മ ഭയങ്കര വിളിയാണ്. ഏതായാലും മാഷാ അല്ലാ. എന്നാലും സഫീർ അത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. എന്നാലും എൻ്റെ ആഷി, നിങ്ങൾ ചെയ്യുന്നൊരു ത്യാഗമല്ലേ. അതെ, വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ ഇത്താത്തയെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നിങ്ങളോട് ബഹുമാനമാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാ, നമ്മൾ വിവാഹം കഴിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും മനസ്സിലിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ ഉപേക്ഷിക്കുകയല്ലല്ലേ വേണ്ടത്. മരണം വരെ അവരോട് കൂടെ നിൽക്കണമല്ലോ. അങ്ങനെയാണല്ലോ. അതിനിപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഭാര്യ ഒരു അസുഖം ഉണ്ടാവില്ല, പിന്നെ വിവാഹം കഴിഞ്ഞ് നമ്മുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇനി നമ്മുടെ മാതാവ്, നമ്മുടെ സഹോദരി, ആരൊക്കെ തന്നെയാണെങ്കിലും അതുപോലെ തന്നെ അല്ലേ ഈ ഒരു പെണ്ണും. എനിക്ക് ആ കാര്യത്തിലൊന്നൊരു വിഷയമേ അല്ല. സത്യം എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു കുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ. കണ്ണില്ലാത്തവർ എത്ര കല്യാണം കഴിക്കണ്, ചെവി കേൾക്കാത്തവർ, അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ കഴിച്ചാൽ പടച്ച റബ്ബിൻ്റെ ഒരു കാരുണ്യം കൂടെ നമുക്കുണ്ടാവും. പക്ഷേ ആദ്യ ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു, നല്ല രീതിയിലായിരുന്നു. എന്താ ചെയ്യുക? ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട സഫീർ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് എന്ത് വേണമെന്ന് എനിക്കറിയാം. ശരിക്കും ആഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആഷിയുടെ മനസ്സിനെ സഫീർ വല്ലാതെങ്ങ് ബഹുമാനിച്ചു കഴിഞ്ഞു. ആഷി, നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. അതെ, നിങ്ങൾ പടച്ച റബ്ബിൽ എല്ലാം തവക്കലുമൊക്കെ അങ്ങനെ കാത്തിരിക്കാല്ലേ. അതേടാ, നമുക്ക് അല്ലല്ലേ, അല്ല ഉണ്ടല്ലോ നമുക്ക്. അള്ളാഹു ഇല്ലാതെ പിന്നെ എന്താ? പടച്ച റബ്ബുണ്ട്, ഒരു പേടിയും പേടിക്കേണ്ട എൻ്റെ പൊന്നു മോനെ. നമ്മളെ കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുക, അല്ലാ എൻ്റെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം കേട്ടോ. നീയാണ് എനിക്കെല്ലാം. അതായത് മറ്റൊരാൾക്കും എന്നെ ഒന്നും കഴിയൂല, ഒരാൾക്കും ഒന്നും കഴിയൂലല്ല, എനിക്കൊന്നും കഴിയൂല. പക്ഷെ നീ തന്ന കഴിവ് കൊണ്ട്, നിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്, ഞാൻ നടക്കുന്നത്. അതെ റഹ്മാൻ, ഒന്നും എൻ്റേതായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും വേണം കേട്ടോ. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ വേണം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണം. എൻ്റെ സഫീറെ, എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ചിന്തിക്കുകയാണെങ്കിലും എന്ത് വേണം? ആദ്യമായിട്ട് ആരോടാ പറയേണ്ടത് അറിയോ? ആരോടും അല്ല, അള്ളാഹിനോട് പറയാം. അള്ളാഹുവേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്.
റഹ്മാൻ റഹീമുമായ രാജ സയ്യിദായ തമ്പുരാനെ അല്ലാ പഠിച്ചോനെ, ഞാൻ ഇങ്ങനെ ഒരു സംഗതിക്ക് ഇറങ്ങാൻ കേട്ടോ, ഞാനൊരു പെണ്ണ് കാണാൻ ഇറങ്ങാൻ കേട്ടോ, അല്ലെങ്കിൽ ഞാനൊരു പരീക്ഷയ്ക്ക് ഇറങ്ങാൻ കേട്ടോ. അല്ലാ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ കാര്യം നീ ഏറ്റെടുക്കുന്നു, എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടല്ല. എനിക്കൊന്നിനുള്ള കഴിവില്ലാത്ത അടിമയല്ല ഞാൻ. അതുകൊണ്ട് എൻ്റെ അല്ലാ, നീ എല്ലാം ഏറ്റെടുക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എനിക്ക് വേറെ ആരോടും പറയാനല്ല, നിന്നോട് മാത്രമേ ഉള്ളൂ. നീ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിലും ഞാൻ എന്തിനു ഭയക്കണം അല്ലേ അല്ലാ. അതെ, പടച്ച റബ്ബിനോട് നല്ല രീതിയിലൊന്ന് കരഞ്ഞൊന്ന് ദുആ ചെയ്ത് നോക്ക് എൻ്റെ സഫീർ. ഉത്തരം കിട്ടുന്നത് വളരെയധികം മണിയായിട്ടായിരിക്കും. മാഷാ അല്ലാ, ഒരുപാട് അനുഭവങ്ങളുടെ പുറത്താണ് പറയുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സംഭവം കാണാതെ പോയി, എവിടെ നോക്കിയിട്ടും കാണുന്നില്ല, റബ്ബേ എൻ്റെ വിലപിടിപ്പുള്ളൊരു സാധനം നഷ്ടപ്പെട്ടു പോയി, റഹ്മാനെ ഇതെനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കീ ആയാലും വേണ്ടില്ല, ഒരു വണ്ടിയുടെ കീ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ, സ്വർണ്ണം, മോതിരം, എന്തൊക്കെ തന്നെയാണെങ്കിലും കാണുന്നില്ല. അപ്പം എന്താ, നമ്മൾ വേഗം തിരഞ്ഞു നോക്കും, റബ്ബേ ഇത് എവിടെ റബ്ബേ, അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ എന്ത് വേണം, ആദ്യം പഠിച്ചവനോട് പറ, അല്ലാ എൻ്റെ സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ, യാ ബസീർ അല്ലാ, നീ കാഴ്ചയുള്ളവനാണ്, എന്നേക്കാളും കാഴ്ച, നീ എനിക്ക് തന്ന കാഴ്ച വളരെയധികം പരിമിതിയുള്ളതാണ്, എങ്കിലും അൽഹംദുലില്ലാ ഇതുകൊണ്ട് എല്ലാം ഞാൻ കാണുന്നു. പക്ഷേ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത എന്തൊരു സാധനം നീ കാണുന്നുണ്ടാവും അല്ലാ, നീ എനിക്ക് കാണിച്ചു കൊണ്ടല്ല, യാ ബസ്വീർ അല്ലാ. ഒരു 3 പ്രാവശ്യം ചൊല്ലുമ്പോഴേക്കും മാഷാ അല്ലാ അൽഹംദുലില്ലാ ആ ഒരു സാധനം മുന്നിൽ കിടക്കുന്ന പോലെ. എന്ത് അത്ഭുതം എനിക്കറിയില്ല, ഒക്കെ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ നമുക്ക് തരുന്നല്ലേ, വളരെയധികം ശരി തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അങ്ങനെ ചെയ്യണം എല്ലാ കാര്യത്തിലും. ശരിക്കും നമ്മുടെ ആഷി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട സഫീർ കോരി തെരിച്ചു പോയി. അതെ, അള്ളാഹുവിലുള്ള വിശ്വാസം അത് അചഞ്ചലമായിരിക്കണം, പടച്ച റബ്ബിനോട് കൂടുതൽ അടുക്കണം എന്ന് സഫീറിന് തോന്നി തുടങ്ങുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം നമുക്ക് തീർത്തു തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ആ നിമിഷം തന്നെ ആ സ്റ്റെയറിംഗ് പിടിച്ച പിടിയിൽ അതാ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ റഹ്മാനെ, ഞാൻ പെണ്ണ് കാണാൻ പോവാണ് റഹ്മാനെ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് റാഹത്തിലാക്കി തരണേ അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. സഫീർ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ആഷി ശ്രദ്ധിച്ചു. ഇൻഷാ അല്ലാ, അള്ളാഹുണ്ട് കൂടെ, നീ വിട്ടൂട്. അങ്ങനെ അവർ വീണ്ടും ഈത്തപ്പഴത്തോട്ടങ്ങളും മരുഭൂമികളും ഒട്ടകക്കൂട്ടങ്ങളെയും കടന്ന് അവരതാ നമ്മുടെ കുവൈത്തിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. അവിടെയാണ് നമ്മുടെ റിസ്വാന വക്കീൽ ഉള്ളത്. റോഡ് മാർഗം പോരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഓടാനുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോങ് ആയിരുന്നു. എങ്കിലും ഈ ഒരു യാത്രക്കിടയിൽ സഫീറിന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എടാ, ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നിനക്കറിയോ? ഇനിയും ഉണ്ട് ഒരു 150 കിലോമീറ്ററോളം. അത്രേ ഉള്ളൂ, മാഷാ അല്ലാ. എന്നാലും അറിഞ്ഞില്ല കേട്ടോ, യാത്ര ചെയ്ത ഭാരങ്ങളും കാര്യങ്ങളൊന്നും. ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം പഠിക്കുവാനും പറ്റി. സത്യം പറഞ്ഞ സഫീറിനെ ആഷി ഉസ്താദിൻ്റെ കൂടെ കൂടിയതിന് ശേഷം മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സമാധാനമാണ്. എന്തൊക്കെയുണ്ടെങ്കിലും തന്നെ അതാ നമ്മുടെ സഫീർ അതിലൊരു പോം വഴി സഫീറിന് വേണ്ടി ആഷി പറഞ്ഞു കൊടുക്കും. വിഷമിക്കണ്ടടാ, നീ പഠിച്ചവനോട് പറഞ്ഞോ? അത് പറയണം. എല്ലാം അള്ളാഹുവിനോട് ആദ്യം, പിന്നീട് പടപ്പുകളോട്. ആദ്യം സൃഷ്ടാവിനോട്, പിന്നെ സൃഷ്ടിയോട്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആയി കഴിയുമ്പോൾ അള്ളാഹു നമ്മളുടേതെല്ലാം സ്വീകരിക്കും. എന്നാൽ ഈ സമയം ആയപ്പോഴേക്കും അവൻ്റെ ഉമ്മയും ജ്യേഷ്ഠനും പറഞ്ഞ കാര്യങ്ങളെല്ലാം പതുക്കെ സഫീറിൻ്റെ മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം കുറഞ്ഞു കൊണ്ടേയിരിക്കുന്നു. ലൊക്കേഷൻ അനുസരിച്ച് ഇനി വെറും 30 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. സഫീറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെൻഷനുണ്ട്, റബ്ബേ. എന്നാൽ ഈ സമയം നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ അല്ലാ, അവർ എല്ലാം പിതാവിൻ്റെ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. എങ്കിലും പിതാവിൻ്റെ വാക്കുകൾ അവൾക്ക് ഊർജം ഏകിയിരുന്നു. പൊന്നു മോളെ, ഉപ്പച്ചിൻ്റെ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എന്തും നടത്തുള്ളൂ കേട്ടോ. അതായത് ഉപ്പാൻ്റെ കുട്ടി ഇത് നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുന്ന പോലെ കരുതിയാൽ മാത്രം മതി കേട്ടോ. എന്നാൽ ആ പിതാവിൻ്റെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ അവൾ തോറ്റു പോവുകയായിരുന്നു. അതെ റബ്ബേ, എൻ്റെ ഉപ്പ എന്താണ് പറയുന്നത് അത് ഞാൻ അനുസരിക്കും, അത് ഉറപ്പാണ്.
എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ ഹോണത കേൾക്കുന്നു. ലൊക്കേഷൻ അനുസരിച്ച് നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്ക് അതാ സഫീർ കാറ് തിരിക്കുന്നു. വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് ഉപ്പ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.